Good morning, all. Good morning, Miss. Yes, good morning. Mark your attendance, okay? First, mark your attendance. Mark your attendance. Imda Harshale. Onnula, Miss. Okay. Mark your attendance, okay? Turn on your video, Rishan. Nishan and Rishan, turn on your video. Yes. Mark your attendance. Those who are joined now and Rishan and Janagi Manu, I think. Mark your attendance fast. Okay. എന്നെ അറിയുമോ? ആ ഹർഷാലിന് മനസ്സിലായി. എന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടോ? ജാനകി എന്താ അവിടെ പണി? വാട്ട് ആർ യു ഡൂയിങ് ദേർ? മാർക്ക് യുവർ അറ്റൻഡൻസ്. യെസ് ഋഷിദേവേ, പറഞ്ഞോളൂ. പുതിയ സ്ലേറ്റ് എല്ലാം മേടിച്ചിട്ടുണ്ട്. ഓ, എനിക്ക് പോയ നമുക്ക് നന്നായിട്ട് എഴുതി പഠിക്കാലോ അല്ലേ? ചെറുതാണോ വാങ്ങിയേ? എന്റെ പേരോ? എന്നെ അറിയില്ലേ ഇതുവരെ? എന്നെ മറന്നുപോയോ? ഞാൻ തലയില് തട്ടൊക്കെ ഇട്ടിരിക്കുന്നോണ്ടായിരിക്കും എന്നെ മറന്നു പോയതില്ലേ? എന്നെ ഒന്ന് നോക്ക് മോനെ. നമ്മുടെ ആഫിയ എവിടെ പോയി? എനിക്ക് കുറെ ഡ്രസ്സുകൾ മാത്രമേ കാണുന്നുള്ളല്ലോ. ആഫിയ, വേർ ആർ യു? ഓക്കെ, ഫൈൻ. എന്നെ അറിയില്ല അല്ലേ? ഞാൻ വെറുതെ വന്നോ ഇവിടെ? പേര് മറന്നു പോയോ? അയ്യോ കഷ്ടം. എറേസ് ആൻഡ് ഷൈനിൽ വരുന്ന മിസ് ആരാ? ഫൗസ്യ മിസ് അല്ലേ? ഫൗസ്യ മിസ് ആണ്. ഫൗസ്യ മിസ് തലയിൽ തട്ടൊക്കെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ. ഇതാ ഫൗസ്യ മിസ് ആണ്. ഇപ്പൊ മനസ്സിലായോ? എന്റെ തട്ടൊക്കെ പോയി ഒരാൾക്ക് വേണ്ടിട്ട്. ഇപ്പൊ എന്നെ മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഞാനിപ്പോ പോകുവേ. അതന്നെ, എറേസ് ആൻഡ് ഷൈനിലെ മിസ്സാണ്. ഷൈനായിട്ട് വന്നേക്കാണ്. ഇപ്പൊ നമുക്ക് എറേസ് ആൻഡ് ഷൈനിന്റെ പീരീഡ് ആണോ? പിന്നെയോ? യെസ്, ഗുഡ് മോർണിംഗ് സയാൻ. പിന്നെ എന്ത് പീരീഡാ ഇപ്പോ? മാത്സ്. അപ്പൊ മാത്സ് പഠിപ്പിക്കേണ്ടത് ആരായിരുന്നു? പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? ഓ, അപ്പൊ ജയശ്രീ മിസ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ മിസ് കയറി ജയശ്രീ മിസ്സിനെ ഓടിക്കുവോ? ഇനി മിസ് പഠിപ്പിച്ചാൽ എന്താ?
കുഴപ്പമില്ല. ഞാൻ പഠിപ്പിച്ചാ മതിയോ? നിങ്ങൾ റെഡിയാണോ ഞാൻ പഠിപ്പിച്ചാ പഠിക്കാൻ? യെസ്. എന്നാല് ഇനി മുതൽ മാത്സ് പഠിപ്പിക്കുന്നത് ഓക്കെ. എന്നാല് ഇനി മുതല് മാത്സ് പഠിപ്പിക്കുന്നത് ഞാനാട്ടോ. ഓക്കെ, എല്ലാരും ഹാപ്പി ആണോ? എന്നാലേ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വീട്ടിൽ പോകും. ഞാൻ ഇപ്പൊ ഓഫ് ആക്കി പോകും. ക്ലാസ്സിൽ ശ്രദ്ധിക്കണേ. മിസ് പഠിപ്പിക്കുമ്പോ മിസ്സിന് ആകെ ഒരു കാര്യമാണ് ആവശ്യം. മിസ് എന്താണോ പഠിപ്പിക്കുന്നത് അത് നന്നായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി മുതല് മാത്സിന്റെ പീരീഡ് മിസ്സാണ് വരിക. ഓക്കെ. നിങ്ങൾ എല്ലാരും റെഡി ആണെങ്കിൽ മിസ് പഠിപ്പിക്കും, ഇല്ലെങ്കിൽ മിസ് പോവും. റെഡി ആണല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് സന്തോഷായി. നിഹാര മോളെ ടേൺ ഓൺ യുവർ വീഡിയോ പ്ലീസ്. പിന്നെ മാർക്ക് യുവർ അറ്റൻഡൻസ്. ഓക്കെ, mark your attendance. Those who are joined now, mark your attendance. Okay. Okay, Nihara and Nihal. Okay, let's start now. Are you ready? Ready. Yes or no? Okay, very good. Okay, very good. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യണേ, ആരും മറക്കല്ലേ. നിഹാര ഇപ്പോഴാണോ പാല് കുടിക്കുന്നേ? നിഹാൽ. സെൻദേവ് കെ സുനീഷ് മോനെ ടേൺ ഓൺ യുവർ വീഡിയോ. ഓക്കെ മക്കളെ, ഞാനൊരു കാര്യം. ഓക്കെ, കഴിഞ്ഞ എവിടെ വരെയാണ് ജയശ്രീ മിസ് പഠിപ്പിച്ചത്? എന്റെ പേര് ഞാനൊന്ന് എന്നെ പരിചയപ്പെടുത്തി തരാം. ഒന്നുകൂടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. റിസാൻ ഷൈനിലെ മിസ്സിനെ നിങ്ങൾ കാണാറുണ്ട്, എന്നാലും ഒന്നുകൂടി ടീച്ചർ പറയാണ്. എന്റെ പേര് ഫൗസി എന്നാണ്. ഫൗസി മിസ്സാണ് ഇനി മുതൽ നിങ്ങൾക്ക് മാത്സ് പഠിപ്പിക്കാൻ വരുന്നത്. അപ്പോ മിസ് പഠിപ്പിക്കുമ്പോ എല്ലാരും നന്നായിട്ട് പഠിക്കില്ലേ? നന്നായിട്ട് എഴുതി കാണിക്കോ മിസ് പഠിപ്പിക്കുന്ന പോലെ തന്നെ? പക്ഷെ മിസ്സിനൊരു നിർബന്ധമുണ്ട്. എന്താന്ന് പറയട്ടെ? മൈക്കൊക്കെ ഓഫ് ചെയ്തിട്ട് വാ. പിന്നെ ഒരു കാര്യമുണ്ട്, മിസ് പഠിപ്പിക്കുമ്പോ അമ്മയുടെ അച്ഛന്റെ ഒന്നും ഹെൽപ്പ് വേണ്ട. മിസ് പറയുന്ന പോലെ തന്നെ എഴുതി കാണിക്കണം. മിസ് പഠിപ്പിക്കുമ്പോ അത് പഠിക്കണം. റെഡിയാണോ? നമ്മൾ എറേസാൻ ഷെയിനില് മോർണിംഗിൽ ഉള്ള കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെയാണ്. അതായത് അവരുടെ ഒന്നും ഹെൽപ്പ് നമുക്ക് വേണ്ട, നമുക്ക് സ്വന്തം പഠിക്കണം അല്ലേ? വേണ്ടേ? സ്വന്തം പഠിക്കാൻ പറ്റില്ലേ? എന്താ ഒന്നും മിണ്ടാതെ? ദന്തേവേ എന്താണ് മോനെ അവിടെ? സിറ്റ് പ്രോപ്പർലി. Okay, good, Rishi. Then let's start our class. What did we learn in your previous class? എന്താണ് കഴിഞ്ഞ ക്ലാസ്? എവിടെ വരെയാണ് നിങ്ങൾ പഠിച്ചത്? 1 to 10 completed ആണോ? Yes. അതെല്ലാവരും നന്നായിട്ട്. Okay, fine. Okay, those who are joined now, please mark your attendance and listen here. Okay. ഞാൻ ചോദിക്കട്ടെ ഓരോരുത്തരോടായിട്ട്. ഋഷിദേവിന് 1 to 10 വരെ എഴുതാൻ അറിയാമോ? ഋഷിദേവിനോടാണ് ചോദ്യം, വേറെ ആരും ഉത്തരം പറയണ്ട. മിസ് ചോദിക്കുന്ന ഒരു ഉത്തരം പറഞ്ഞാൽ മതി. ഋഷിദേവിന് മമ്മായുടെ ഹെൽപ്പ് ഇല്ലാതെ, സഹായമില്ലാതെ 1 to 10 അതായത് 1 മുതൽ 10 വരെ എഴുതാൻ അറിയുമോ എന്നാണ് മിസ് ചോദിക്കുന്നത്.
Can you write? Agum. Ready now? 5 വരെ. 5 വരെ അറിയുള്ളൂ, 5 വരെ എന്നൊന്നും പറയരുത്. 5. നമ്പർ 5. 5 വരെ അറിയത്തുള്ളൂ. അതെന്താ 6, 7, 8, 9, 10 ഒക്കെ ജയശ്രീ മിസ് പഠിപ്പിച്ചില്ലേ? ഹേ, ജയശ്രീ മിസ് പറഞ്ഞല്ലോ, ജയശ്രീ മിസ് പറഞ്ഞല്ലോ പഠിപ്പിച്ചു കഴിഞ്ഞു. Okay, fine. Next, Afia. Afia, please all of you turn off your mic. ഞാൻ ചോദിക്കുന്നവര് മാത്രം മൈക്ക് ഓൺ ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ആഫിയക്ക് തന്നെ 1 to ഓക്കെ, വെരി ഗുഡ് ആഫിയ. ആഫിയ ഓൾറെഡി എഴുതി കാണിച്ചു. ആഫിയ തന്നെ എഴുതിയതാണോ 1 to 10? ആരും ഹെൽപ്പ് ചെയ്തില്ലല്ലോ അല്ലെ? നിഷാൻ മോനെ തിരിഞ്ഞിരിക്കണം മോനെ. മോന്റെ ബേക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നോണ്ട് മോന്റെ മുഖം കാണുന്നില്ല. തിരിഞ്ഞിരിക്കണം. ഓക്കെ, ഫൈൻ. പിന്നെ നിഷാന് മമ്മായിയുടെ ഹെൽപ്പ് ഇല്ലാണ്ട് 1 to 10 വരെ എഴുതാൻ അറിയാമോ? റെഡിയാണോ? എന്നൊന്ന് എഴുതി കാണിച്ചേ ഫാസ്റ്റ്. നിങ്ങൾക്ക് അറിയാവുന്നവരെല്ലാരും എഴുതിക്കേ സ്ലൈറ്റില് 1 to 10. എത്ര വരെ എഴുതാൻ അറിയാം അതൊന്ന് എല്ലാവരും ഒന്ന് എഴുതിയിട്ട് എന്നെ ഒന്ന് കാണിച്ചേ. ആരും ഹെൽപ്പ് ചെയ്യണ്ട. ഹെൽപ്പ് ചെയ്താലും ശരിയാവില്ല. എന്നാലേ മിസ്സിന് അടുത്ത നമ്പർ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് മിസ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും ഹെൽപ്പ് വേണ്ട. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അറിയാമോ എഴുതാൻ? വെരി ഗുഡ് ജാനകി, വെരി ഗുഡ്. ജാനകി ആൻഡ് ആഫിയ, ഓക്കെ. എനിക്ക് ക്യാമറയിൽ കാണണേ, ആരും ഹെൽപ്പ് ചെയ്യരുതേ. ഓക്കെ, ഹർഷാൽ, വെരി ഗുഡ്. റിഷാൻ എവിടെയാ നോക്കുന്ന മോനെ? മോന്റെ ക്യാമറയിൽ മോനെ എഴുതുന്ന കാണുന്നില്ലല്ലോ. നേരെ എഴുതി കാണിച്ചേ റിഷാൻ. ഓക്കെ, നിഷാൻ ഓക്കെ, ഗുഡ്. ഓക്കെ, ഇഷിത, ഗുഡ്. ധൻദേവേ മോനെ പതുക്കെ എഴുതിയാ മതി കേട്ടോ, തിരക്കിട്ടൊന്നും ആരും എഴുതണ്ട. ഹർഷാല് കാണിച്ചോ മിസ്സിനെ? ഓക്കെ സയ്യാൻ. വെരി ഗുഡ്. അപ്പോ ജാനകി കാണിച്ചില്ലല്ലോ. ജാനകി ആരും ഹെൽപ്പ് ചെയ്യണ്ട, അവർ തന്നെ എഴുതിക്കോളൂ, അവർക്കറിയാം. ജാനകി സ്വന്തം എഴുതിയതാണോ? ഓക്കെ, ഗുഡ്. നമ്മുടെ സായകിന് എന്ത് പറ്റി? വെരി ഷുവർ സ്ലേറ്റ്. റിഷാന് അറിയില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. റിഷാൻ എവിടെ നോക്കി എഴുതാണോ മോനെ? ഇങ്ങോട്ട് നോക്കിക്കേ, മിസ് കാണുന്നില്ല എഴുതുന്നത്. മോനെ അറിയില്ലേ? ഓക്കെ, മിസ് പഠിപ്പിച്ചു തരാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ മിസ് പറയുന്നത്? ഓക്കെ നിഹാര, ഓക്കെ നിഹാൽ, ഓക്കെ മോനെ, ഗുഡ്. ഓക്കെ, റിഷാൻ അറിയില്ല? എത്ര നമ്പർ വരെ എഴുതാൻ അറിയാം റിഷാൻ? ഓക്കെ, ധൻദേവ്, വെരി ഗുഡ്. 5 വരെയാണ് റിഷാനും ഋഷിദേവ് കാണിച്ചില്ലല്ലോ. 3 എഴുതാൻ പറഞ്ഞ എങ്ങനെ എഴുതുന്നു? മൈക്ക് ആണോ? ആരാണ്? ഋഷിദേവ് ആണോ 3 തിരിച്ചെഴുതുന്നേ? 3 എഴുതാൻ പറഞ്ഞാല് ഞാൻ എഴുതുന്നു മലയാള അക്ഷരം. അയ്യോ, എന്താണ് ഋഷിദേവേ? ഇനി മിസ് പഠിപ്പിച്ച് നോക്കട്ടെ. നമ്മുടെ ഫാത്തിമ എം, turn on your video. Please mark your attendance fast. ഇങ്ങനെ 6 ഓർമ്മയുണ്ടോ? ഇനി മുതല് ഫൗസി മിസ്സാണ് മാത്സ് പഠിപ്പിക്കുന്നത്. മിസ് പഠിപ്പിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കുക, അമ്മയുടെയും അച്ഛന്റെയും ഒന്നും ഹെൽപ്പ് ഒന്നും വേണ്ട. മിസ് എങ്ങനെയാണോ എഴുതാൻ പറയുന്നത്. ധൻദേവേ, what are you doing there? Sit properly. 7. How to sit in the class?
Tandeep, sit properly. ഋഷിദേവിന് എന്താ പ്രോബ്ലം മോനെ? അറിയുന്നില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടി. ഫാത്തിമ, വേർ ആർ യു? ടേൺ ഓൺ യുവർ വീഡിയോ. ഫാത്തിമേനെ കാണുന്നില്ലല്ലോ. എനിക്കൊരു കാര്യം നിർബന്ധമാണ്. മിസ് ക്ലാസ് എടുക്കുമ്പോ വീഡിയോ ഓൺ ചെയ്തിരിക്കണം. എന്തോ മിസ്സിന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് വീഡിയോ ഓൺ ചെയ്യുക. അതേപോലെ തന്നെ പേരൻസ് സംസാരിക്കുമ്പോൾ പ്ലീസ് മൈക്ക് ഓഫ് ചെയ്തിട്ട് സംസാരിക്കുക. അത് നിർബന്ധമാണ് മിസ്സിന്. അതില്ലെങ്കിൽ നമുക്ക് മിസ്സിന് പഠിപ്പിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത് വരും. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മിസ്സിന് മനസ്സിലാവില്ല. അവിടെ അമ്മ ചായ വെക്കുന്നതും അച്ഛൻ കഞ്ഞി കുടിക്കുന്നതും ഒക്കെ മിസ്സിന് കേൾക്കാൻ കഴിയും. അതുകൊണ്ട് അവിടെ നിന്ന് മൈക്ക് ഓഫ് ചെയ്തിട്ട് വർത്തമാനം പറയുക. അതേപോലെ തന്നെ എല്ലാവരും ടേൺ ഓൺ യുവർ വീഡിയോ. Okay. Then Deve, Mone, sit properly. How many time I told you? എത്ര പ്രാവശ്യം മിസ് പറഞ്ഞു? ക്ലാസ്സിൽ ഇരിക്കുമ്പോ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. അങ്ങനെ വളഞ്ഞും വളഞ്ഞും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റില്ല. ഓക്കെ, റിഷാനെ എഴുതി കാണിച്ചില്ലല്ലോ. അറിയുന്ന 5 വരെ റിഷാനെ എഴുതി കാണിച്ചിട്ടില്ലല്ലോ. എന്താണ് ഇങ്ങനെ ഇരിക്കുന്നേ? 5 വരെ എഴുതാൻ അറിയാം. 2 കുട്ടികൾക്ക് 5 വരെ എഴുതാൻ അറിയുള്ളൂ. ബാക്കി ഫാത്തിമ, വേറെ അറിയും? ഫാത്തിമ, എന്താണ് മൈക്ക് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്? ഓക്കെ, ലിസൺ ഹിയർ. അപ്പൊ മിസ് ഇപ്പൊ ഓൾറെഡി 10 വരെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആണോ? ഓക്കെ ഹർഷാൽ, ഇപ്പൊ 10 വരെ നമ്മൾ പഠിച്ചു. പക്ഷെ അതിൽ 2 പേർക്ക് ശരിക്കും എഴുതാൻ അറിയുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. സെയാനെ, മോൻ എഴുതി കാണിച്ചായിരുന്നോ 1 to 10? ആ, ഓക്കെ, ഗുഡ്. അപ്പൊ സെയാനും അറിയാം. ഇനിയിപ്പം സായകാണ്. സായക എഴുതി കാണിച്ചിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. സായക എഴുതി കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നല്ലോ. തിരിയില്ല. യെസ് ജാനകി, പറഞ്ഞു. റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? കേട്ടില്ല മിസ്. കേട്ടില്ല മിസ്? ആ, ഓക്കെ, റേഞ്ച് പ്രശ്നമുണ്ടല്ലേ, നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, 1 2 3 4. ഓക്കെ സായക്, ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് അടുത്ത ഇത് പഠിക്കാം. ഒന്നുകൂടെ മിസ് എഴുതി കാണിച്ചു തരാമേ. എല്ലാരും റെഡിയല്ലേ? ഓക്കെ, ഒന്നുകൂടെ ഇവിടെ ശ്രദ്ധിച്ചോ. ഒന്നുകൂടെ ഇവിടെ ശ്രദ്ധിക്കണം. എക്സ്പെഷ്യലി റിഷാദ് DN ആൻഡ് 1 ബോയ്. എന്താ സായകേ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഏതാ നമ്പർ? ഇപ്പോഴോ? ഇത് ഏതാ നമ്പർ? 1. 1 എഴുതാൻ എളുപ്പല്ലേ? അല്ലേ? ഇത് ഏതാ നമ്പർ? 2. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 3. എല്ലാരും പറഞ്ഞേ. 1 2 3. നെക്സ്റ്റ് നമ്പർ. നെക്സ്റ്റ് നമ്പർ 5.
5. Next number. പറയുന്നേ 4, 5. നോക്കണേ, ഒന്നും കൂടെ പറഞ്ഞു തരാം. 1, എന്നിട്ട് എഴുതിയാൽ മതി 3, 4, 5. അല്ലേ? 1, 2, 3, 4, 5. Next number 6, 7, 8, 9, 10. Correct? ആണോ? നോക്കണേ, മക്കള് ശ്രദ്ധിക്കണേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അല്ലേ? കറക്റ്റ് അല്ലേ? റിഷാദിന് മനസ്സിലായോ എങ്ങനെ എഴുതണ്ടെന്ന്? റിഷാദിനെ ആരെ ഹെൽപ്പ് ചെയ്തേ? ആരെ ഹെൽപ്പ് ചെയ്തില്ല അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1 to 10. അല്ലേ? ഇനി പുതിയൊരു നമ്പർ നമുക്ക് പഠിച്ചാലോ? ഓക്കെ ഇഷിത, ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ഇനി പുതിയൊരു നമ്പർ പഠിച്ചാലോ? നോക്കേ, 1 after 2. 1 കഴിഞ്ഞ് എത്രയാണ്? 1 after 2. 2 after 4, 5, 6, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13. വെയിറ്റ്. നോക്ക് ഇവിടെ ലിസൺ. 1 after means 1 കഴിഞ്ഞ് 2. 2 after 3. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലീസ് ടേൺ ഓഫ് യുവർ മൈക്ക്, then listen here. Okay. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1 after means 1 കഴിഞ്ഞ് 2. 2 after 3. 3 after 4. 4 after 5. 5 after 6 means after എന്ന് പറയുന്നത് അത് കഴിഞ്ഞ ഏത് നമ്പർ ആണെന്നാണ് മിസ് പറയണത്. 6 after 7. 7 after 8. 8 after 9. 9 after 10. Like that. Okay, is it clear? ഇനി പുതിയ നമ്പർ ഈ 10 after എന്ന് പറഞ്ഞാൽ 10 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാന്ന് നമുക്ക് പഠിക്കാം. 2 1 എഴുതുന്നതാണ് 11. നോക്കാം 11 എഴുതുന്നത് എങ്ങനെയാ? നമുക്ക് പുതിയൊരു നമ്പർ പഠിച്ചാലോ? പുതിയ നമ്പർ പഠിക്കാം. 11. ഇവിടെ നോക്കിയിരിക്കണം. മാനവ് ഷൈജു, turn on your video and turn on your video and mark your attendance. Now you join, no? Why are you late? എന്താണ് ലേറ്റ് ആയത്? Oh, sorry. Sorry for late. Sorry for late. Why? Because tell me. Try ചെയ്യ്. അങ്ങനെ പറഞ്ഞു പഠിക്കേ. Because Network issue. Because Network issue. Okay, network issue. Now okay, no? Can you write 1 to 10? Manav Sheju? Do you know how to write 1 to 10? Okay, good. Then now listen here. Now new number we can study
Are you ready for that? Yes. Yes. Fatima. Fatima. Fatima, show me. Where are you going, Fatima? Okay. How to write 1 to 10? Already you know how to write 1 to 10. Today we can study number 11. Okay. Write it like this. 11. 1, 1. 11. 11. 12. 13. 14. 15. But 11. 1, 1. 11. 2 1 ഇടുന്നതാണ് 11. 11. 11. 11. 11. Very easy. No. എഴുതി കാണിച്ചേ 11 എഴുതി കാണിച്ചേ. എല്ലാരും എഴുതി കാണിച്ചേ 11 എഴുതി കാണിച്ചേ. നോക്കട്ടെ എത്ര പേർക്ക് അറിയാമെന്ന്. വെരി ഗുഡ് നിഷാൻ, വെരി ഗുഡ്. വെരി ഗുഡ് ആഫിയ. ഓ ധൻദേവ് ഓക്കെ മോനെ, ഗുഡ്. ജാനകി ഗുഡ്. മുഹമ്മദ് സയാൻ ഗുഡ് ഗുഡ്. മാനവ് ഷൈജു ഗുഡ്. ഫാത്തിമ ഓക്കെ, ഫാത്തിമ ഓക്കെ. ഫാത്തിമ വേറെ അറിയും ഫാത്തിമ? ഓക്കെ റിഷാദ്. നിഹാര നിഹാൽ ഓക്കെ ഗുഡ്. Okay, Sayak. Okay, good. Dandeve, what are you doing? What happened there? എന്താ മോനെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണം ഫാത്തിമ. ഓക്കെ ഓക്കെ ഹർഷാൽ ഗുഡ്. 11 ഓക്കെ ഋഷിദേവ് ഗുഡ് ഗുഡ്. 11 ഓക്കെ നോ? 11 മനസ്സിലായോ എങ്ങനെ എഴുതണ്ടെന്ന്? പറഞ്ഞേ എല്ലാരും പറഞ്ഞേ. 11 മനസ്സിലായില്ലെങ്കിൽ മിസ് ഒന്നും കൂടെ പഠിപ്പിക്കും. മനസ്സിലായോ? 11. ഇനി അടുത്ത നമ്പർ 11 കഴിഞ്ഞ് 12 ആണ്. അതായത് 11 12. 12 how to write 12? 1 2. Look here. First you write 1 near 2. 12. 1 2. 12. 1 2. 1 2. 12. How we will read this? 12. 12. 11 12. 11 12. എഴുതി കാണിച്ച എല്ലാരും. Eleven and 12. നോക്കട്ടെ നന്നായിട്ട് എല്ലാവർക്കും അറിയാമോന്ന്. 11 12. എങ്ങനെയാ വായിക്കാ? 12. ഓ സോറി. 11 12. 12. 12. 1 ഇട്ട് പിന്നെ 2 അടുത്തിടുമ്പോ 12 ആയി അല്ലേ? ആയോ? എഴുതുന്നില്ലല്ലോ മക്കള് പഠിച്ചോ 11 and 12 എങ്ങനെ എഴുതുന്നേന്ന്? നിഷാൻ അത് ഏതാ നമ്പർ ഒന്ന് പറഞ്ഞേ, ഒന്ന് വായിച്ചേ. ഓക്കെ നിഷാൻ ഗുഡ്. ഋഷിദേവ് ഒന്ന് വായിച്ചേ. പുതിയ സ്ലേറ്റ് ഒക്കെ മേടിച്ചിട്ട് ഋഷിദേവ് എഴുതാതിരിക്കുവാണോ? 11 and 12. ഓക്കെ എങ്ങനെയാന്ന് വായിക്കുക? ഒന്ന് വായിച്ചേ വായിച്ചേ. ഓക്കെ ഗുഡ്. സായക് വായിച്ചേ.
ഓക്കെ, ഗുഡ് ഋഷിദേവ്, ഗുഡ് ഋഷിദേവ്. സായക് വായിച്ചേ. മൈക്ക് ഓൺ ആക്കിയിട്ട് വായിക്കും മോനെ. ആ 11, 12. ഓക്കെ, റിഷാൻ ഒന്ന് വായിച്ചേ. റിഷാൻ. ആ 11, 12. മാനവ്, ഷൈജു, ഷോമി, എറിസർ സ്ലൈഡ്. ഓക്കെ, റീഡ് ചെയ്തേ, വായിച്ചേ. എങ്ങനെയാ വായിക്കുന്നതെന്നും കൂടെ കേൾക്കട്ടെ. എവിടെയാ നോക്കണ്ട. കാണാണ്ട് മിസ് പഠിപ്പിച്ചത് ഒന്ന് വായിക്കൂ. മാനവ് വായിക്കൂ. മാനവ്. Read this. Okay, Afia, read it. Okay, and Nihara, Nihal. Read. എന്ത് നമ്പർ ഇത്? ഇതെന്നാ സാധനം? ഇതിൽ കണ്ടിട്ടില്ല മറ്റൊരു നമ്പർ. നീ ഇവിടെ ഇതല്ലേ Nihara, please turn on your mic. Then read 11. Janagi, read. Janagi, loudly. അറിയില്ല എന്നത് ഇരിക്കാണ്ട. Okay, Nihara, read it. Nihara, Nihal, please help her. 1, 2, 3, 4, 5, 9, 10. Today we learned 11. Very good, Nihara, very good. And Muhammad Zayan, Paishe. Very good. Dandev ke Sanish. Okay, good morning. നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ വായിച്ചേ, എന്താ വായിക്കുന്നേന്ന്, ഇങ്ങനെയാ വായിക്കുന്നേന്ന്. Okay. Okay, enough. Ishida. Ishida വായിച്ചേ. അത്രേ ഉള്ളൂ. ഹർഷാലൊന്ന് വായിച്ചേ, കേൾക്കട്ടെ. വെരി ഗുഡ്. ഫാത്തിമ വായിച്ചേ. ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാവരോടും മിസ് ചോദിച്ചില്ലേ? ഇനി ആരോടെങ്കിലും ഓക്കെ, ഗുഡ്. ഇനി ആരോടെങ്കിലും മിസ് ചോദിക്കാനുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? മിസ് എല്ലാരോടും ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? എന്താ ആരും മിണ്ടാത്തേ?
ഓക്കെ, പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പുതിയ 2 നമ്പർ ആണ് പഠിച്ചത്, നമ്പർ 11 and 12 അല്ലേ? അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 1 to 12 വരെ ഭംഗിയായിട്ട് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. റെഡിയാണോ? എന്തോ സ്ലേറ്റില് നോട്ട് ബുക്കില്ലേ മക്കൾക്ക്? നോട്ട് ബുക്കില്ലേ? ആ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് മിസ്സിന് ലിസൺ ഹിയർ. നോട്ട് ബുക്കില് മക്കൾ എഴുതിയിട്ട്, സ്ലേറ്റിൽ എഴുതി പഠിക്കണം. നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഭംഗിയായിട്ട് മിസ്സിന് അയച്ചു തരണം. എപ്പോഴാന്ന് അറിയാമോ അയച്ചു തരേണ്ടത്? മിസ് മാത്സിന് വേണ്ടിയിട്ട് മിസ് മാത്രം നമ്മൾ മാത്രം അടങ്ങിയ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും വാട്സാപ്പിന്റെ. ഓക്കെ, നമുക്ക് അതിലൂടെ നമുക്ക് മാത്സ് പഠിക്കാം അല്ലേ? റെഡിയാണോ? മിസ് പറഞ്ഞത് മനസ്സിലായോ എന്താന്ന്? എന്താ പറഞ്ഞേ? നമുക്ക് മാത്സ് പഠിക്കാനായിട്ട് നമുക്ക് മാത്സിനും ഒരു ചെറിയ ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമുക്ക് മാത്സ് പഠിച്ചെടുക്കാം. ഞാൻ നിങ്ങളുടെ എല്ലാ നമ്പർ വെച്ച് ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിലൂടെ നമുക്ക് നിങ്ങൾ എഴുതുന്ന വർക്കൊക്കെ മിസ്സിന് നല്ല എന്താ മോനെ ഹർഷാലേ? ആ നോട്ടില് വൃത്തിയായിട്ട് നമ്പേഴ്സ് എന്ന ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് വേണം, ഡേറ്റ് ഒക്കെ ഇട്ട് നമ്പേഴ്സ് എന്ന ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയായിട്ട് മിസ്സിന് അയച്ചു തരണം. ഇപ്പൊ ആരും അയക്കണ്ട, മിസ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ മിസ് പറയാം, അപ്പൊ അയച്ചു തന്നാ മതി കേട്ടോ. റെഡി? അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. മിസ് പോവാണേ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഉച്ചയ്ക്ക് 1 മണിക്കത്തെ ക്ലാസ്സിൽ. ബൈ ബൈ. ലവ് യു ഓൾ. ഓക്കെ, വെൽക്കം. ടൈം ആയിട്ടോ? ഓക്കെ, ടൈം ഓവർ. Bye bye. See you.